ഹായ് ഫ്രണ്ട്സ്, ഭൂനി ആൻഡ് ഇലക്ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സെല് ഡാറ്റ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഫംഗ്ഷനാണ്. ഒന്ന് എച്ച് ലുക്കപ്സും പിന്നെ അതേപോലെ തന്നെ എക്സ് ലുക്കപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് ഫസ്റ്റ് ഞാൻ എച്ച് ലുക്കപ്പിൻ്റെ ആപ്ലിക്കേഷൻ അതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Consider the following data. What is the number of centuries scored by Sachin Tendulkar? അല്ല, വീരേന്ദ്ര സെഹ്വാഗ്. അപ്പോൾ ഇത് എച്ച് ലുക്കപ്സ് പറഞ്ഞാൽ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ആദ്യം ഹൊറിസോണ്ടലായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, വെർട്ടിക്കലിന് പകരം. അപ്പം ഇതിലിപ്പോൾ നെയിം SR സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, പിന്നെ മാച്ചസ് ഹൺഡ്രഡ്സ്, 50s, 60s, 6 ഫോൾസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽ. അപ്പോൾ ഇതിൽ വേണ്ടത് സെഞ്ചുറിയാണ്. അപ്പോൾ ഹൺഡ്രഡ്സിൻ്റെ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വീരേന്ദ്ര സെഹ്വാഗ്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈക്വൽ ടു എച്ച് ലുക്കപ്സ് കൊടുത്തിട്ട് ഞാൻ സെർച്ച് ചെയ്യുകയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണേണ്ടത് വീരേന്ദ്ര സെഹ്വാഗ്. ഓക്കെ, ദെൻ റേഞ്ച് നമ്മളുടെ റേഞ്ച് ചെയ്യേണ്ട ടേബിൾ അല്ലേ. ആദ്യം റൈറ്റ് എടുക്കുന്നു, ദെൻ സോറി എൻ്റെ ടേബിൾ, ദെൻ ഇൻഡെക്സ് ആണ് ചോദിക്കുന്നത്. ഇവിടെ 3 ഹൺഡ്രഡ്സ് വരുന്ന നെയിം, മാച്ച് 2, 3 മൂന്നാമതാണ്. അപ്പോൾ 3 കൊടുക്കാം. ദെൻ ഈ സോർട്ടഡ്. ഓക്കെ, 3 കൊടുക്കുക, ദെൻ എൻ്റർ അടിക്കുക. അല്ല, എക്സാക്ട് മാച്ചാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് 0 കൊടുക്കുക, ദെൻ എൻ്റർ. ഓക്കെ, അപ്പോൾ വീരേന്ദ്ര സെഹ്വാഗിന് ഹൺഡ്രഡ്സ് എത്രയാണ്? 22 ആണ്. അപ്പോൾ അത് നമുക്ക് കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എച്ച് ലുക്കപ്സിൻ്റെ ആപ്ലിക്കേഷൻ. എച്ച് ലുക്കപ്സ് പറഞ്ഞാൽ നമ്മൾ വി ലുക്സ് വരുമ്പോൾ ആദ്യം നമ്മൾ കോളം സെലക്ട് ചെയ്ത് ഡൗൺ എടുത്തിട്ട് പിന്നെ എൻ്റർ കോളം എടുക്കില്ല. ഇതിൽ നമ്മൾ എന്താക്കി, ആദ്യം നമ്മൾ കോളം സെലക്ട് ചെയ്തിട്ട് പിന്നെ നേരെ ഹൊറിസോണ്ടൽ എടുത്ത് പിന്നെ ഡൗൺ എടുക്കുക ചെയ്തത്. ഓക്കെ, അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, എച്ച് ലുക്കപ്സും വി ലുക്കപ്സും തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് ഡിറ്റർമിൻ ദ ആൾ ഫസ്റ്റ് മാച്ച് ഐ ഡി ആൻഡ് സിറ്റി ഓഫ് മാച്ച് ഫോർ വിച്ച് സച്ചിൻ ടെണ്ടുൽക്കർ വാസ് ദ പ്ലെയർ ഓഫ് ദ മാച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കാണേണ്ടത് ഫസ്റ്റ് മാച്ച് ഐ ഡി കാണണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് മാച്ച് ഐ ഡി ആണ്. ഓക്കെ, അതേപോലെ തന്നെ സിറ്റി ഓഫ് മാച്ച്, രണ്ടും ഫസ്റ്റ് സിറ്റി ഓഫ് മാച്ചാണ്. ഫോർ വിച്ച് സച്ചിൻ ടെണ്ടുൽക്കർ വാസ് ദ പ്ലെയർ ഓഫ് ദ മാച്ച് ആയ ഫസ്റ്റ് മാച്ച് ആയിട്ട് ഫസ്റ്റ് സിറ്റി ഓഫ് മാച്ചും കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എക്സ് ലുക്കപ്പ്. എന്നിട്ട് ഫസ്റ്റ് ചോദിക്കുന്നത് സെർച്ച് കീ. നമുക്ക് വേണ്ടത് സെർച്ച് കീ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും വേണ്ട സച്ചിൻ ടെണ്ടുൽക്കർ ആണ് കണ്ടത്. സച്ചിൻ ടെണ്ടുൽക്കർ അത് ആ കോളം സെലക്ട് ചെയ്ത് ദെൻ ലുക്കപ്പ് റേഞ്ച്. അപ്പം ലുക്കപ്പ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ സച്ചിൻ ടെണ്ടുൽക്കർ എന്താണ് പ്ലെയർ ഓഫ് ദ മാച്ച്. അപ്പോൾ ഇവിടെ നോക്കണം, അടിയിൽ
പ്ലെയർ ഓഫ് ദ മാച്ച്. ഇതാണ് റേഞ്ച്. അപ്പോൾ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ അടിക്കുക. ആ റേഞ്ചിൻ്റെ പ്ലെയർ ഓഫ് ദ മാച്ചിൽ ആ റേഞ്ചിലുള്ളത് കോമ. ദെൻ മിസ്സിംഗ് വാല്യൂ. ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന പ്ലെയർ ഓഫ് ദ റേഞ്ചിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യം കാണുന്നില്ലെങ്കിൽ എന്താണ് കൊടുക്കേണ്ടതെന്നാണ്. സോറി അല്ല, ഇതിൽ മിസ്സിംഗ് വാല്യൂ അല്ല. നെക്സ്റ്റ് റിസൾട്ട് റേഞ്ച്. റിസൾട്ട് റേഞ്ച് നമുക്ക് ഏതാണ്? ID അല്ലേ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? റിസൾട്ട് റേഞ്ച് ഫസ്റ്റ് മാച്ച് ID. ഇവിടെ നമ്മൾ മാച്ച് ID അല്ലേ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ID ആ റേഞ്ച് കൂടി സെലക്ട് ചെയ്യണം. ഇതാണ് ID. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ അടിക്കുക. ദെൻ കോമ. ദെൻ മിസ്സിംഗ് വാല്യൂ. ഇപ്പോൾ നമ്മൾ സെലക്ട് ID കാണുന്നില്ലെങ്കിൽ എന്ത് കൊടുക്കണം എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ അത് ടെക്സ്റ്റ് ആയിട്ട് ചെയ്താൽ നോട്ട് ഫൗണ്ട്. അതിന് ശേഷം കോമഡ. ദെൻ മാച്ച് മോഡ്. അത് എക്സാക്ട് മാച്ച് ആണോ പാർഷ്യൽ മാച്ച് ആണോ? എക്സാക്ട് മാച്ച് ആണെങ്കിൽ 0 കൊടുക്കുക. പാർഷ്യൽ മാച്ച് ആണ് 1 കൊടുക്കുക. ഇവിടെ എനിക്ക് എക്സാക്ട് മാച്ച് കിട്ടണം, അപ്പോൾ 0 കൊടുക്കും. ദെൻ സെർച്ച് മോഡ്. സെർച്ച് മോഡ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകം പറഞ്ഞത് ഡിറ്റർമിൻ്റെ ആൾ ഫസ്റ്റ് മാച്ച് ID ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഫസ്റ്റ് മാച്ച് ID കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 കൊടുക്കണം. ഇനി അതല്ല ഡിറ്റർമിൻ്റെ ആൾ ലാസ്റ്റ് മാച്ച് ID ആണ് കിട്ടണമെങ്കിൽ അവസാനത്തെ മാച്ച് ID കിട്ടണമെങ്കിൽ -1 കൊടുക്കണം. കാരണം ഫസ്റ്റ് മാച്ച് ID 1 കൊടുത്താൽ ടോപ്പിൽ നിന്ന് താഴേക്ക് സെർച്ച് ചെയ്യും. ഇനി -1 കൊടുത്താൽ ലാസ്റ്റിൽ നിന്ന് മുകളിലേക്ക് സെർച്ച് ചെയ്യും. ലാസ്റ്റ് മുകളിലേക്ക് സെർച്ച് ചെയ്യുമ്പോൾ ലാസ്റ്റ് ID കിട്ടുമല്ലോ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കൊടുക്കുന്നു. ഓക്കെ, ദെൻ ക്ലോസ് ചെയ്യുന്ന ബ്രാക്കറ്റ്, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇതാണ് ID. 39, 21, 81. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ID സച്ചിൻ ടെണ്ടുൽക്കർ എന്നാണോ നോക്കുക. നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ID 39, 21, 81. ഓക്കെ, ഇനി അതേപോലെ തന്നെ പിന്നെ എന്താക്കണം? സിറ്റി കൂടി കാണണം. സിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏതാണ്. ഇത് സച്ചിൻ ടെണ്ടുൽക്കർ കേപ്പ് ടൗൺ ആണ് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ സിറ്റി. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് നോക്കുക. സെയിം പോലെ തന്നെ equal to X lookup. ദെൻ സെർച്ച് കീ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്, കോമ ലുക്ക് റേഞ്ച് പ്ലെയർ ഓഫ് ദി മാച്ച് ആണ്, കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ, കോമ. ദെൻ ആ റേഞ്ച് കണ്ടുപിടിച്ച് ഇതാണ് നമ്മളെ റേഞ്ച്. ഓക്കെ, ദെൻ റിസൾട്ട് റേഞ്ച്. റിസൾട്ട് റേഞ്ച് നമ്മൾ നോക്കുന്നത് സിറ്റി ആണ് അല്ലേ. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ, ദെൻ കോമ. മിസ്സിംഗ് വാല്യൂ വന്നാൽ നോട്ട് ഫൗണ്ട്. ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ നോട്ട് ഫൗണ്ട്. ദെൻ കോമ. മാച്ച് മോഡ് 0, കോമ. സെർച്ച് മോഡ് ഫസ്റ്റായി കണ്ടുപിടിക്കേണ്ടത് 1 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ് കേപ്പ് ടൗൺ ആണ് കിട്ടിയതും കേപ്പ് ടൗൺ ആണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവർക്കും നന്ദി.